ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ സന്ധിയിൽ നമുക്ക് ആയിരിക്കാം. ഒന്നുണ്ട് വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അതൊന്ന് വായിച്ചിട്ട് അടിവരയിട്ട് വെക്കുക. നമ്മൾ ലാസ്റ്റിൽ ആ വാക്യങ്ങൾ പറഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കാം ദൈവം നിയോഗം പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 54-ാമത്തെ അധ്യായത്തിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. യെശയ്യാവ് 54:13. കർത്താവ് സഹായിക്കട്ടെ. നിൻ്റെ മക്കൾ എല്ലാവരും ചേർന്ന് പറയാമോ? നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലുതും ആയിരിക്കും. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ അറിയാവുന്നവരായിരിക്കും ഭൂരിപക്ഷവും. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നിത്യശ്രദ്ധയിൽപ്പെടാത്ത വാക്യങ്ങളാണെങ്കിൽ ഒന്ന് അടിവരയിട്ടേക്കുക. 65-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യെശയ്യാവ് 65:23. അവർ അവർ വ്രത അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും. യെശയ്യാവ് 59:21. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ നിന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നോ നിന്റെ സന്ധ്യയുടെ വായിൽ നിന്നോ സന്ധ്യയുടെ വായിൽ നിന്നോ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് വന്നിരിക്കുന്ന പ്രോമിസ് വേഴ്സാണ്. പല വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിന്ന് രാത്രി ചിന്തിക്കാം. അവസാനം നമ്മൾ ഈ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ പല ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് ധ്യാനിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഞാൻ ഈ ദിവസങ്ങളിൽ പലയിടത്ത് ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്ത ഒരു വചനമാണ്. ഒരു വേള ലൈവിലൂടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടാലും കേട്ടില്ലെങ്കിലും കർത്താവ് തന്ന മെസ്സേജുകളൊന്നും ഒരു രാത്രി പറഞ്ഞിട്ട് കളയാനുള്ളതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇത് ചിന്തിക്കുന്നതെന്ന് അതിൻ്റെ കാലിക പ്രസക്തിയുണ്ട്. 15-ാം അധ്യായത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടവരുടെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ ഉപമ അതാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമ ആണല്ലോ. നഷ്ടപ്പെട്ടതിൻ്റെ ഉപമ, പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ്. ഒന്ന് ഒരു ലോസ്റ്റ് ഷീപ്പാണ്. രണ്ടെന്താ ലോസ്റ്റ് കോയിൻ. 3 ലോസ്റ്റ് സൺ, ഒരു ദ്രഹ്മ ആട്, പിന്നെ ഒരു മകന്. പക്ഷേ ഇവിടെ ഒരു റേഷ്യോ പറഞ്ഞത് ഇച്ചിരി പേടിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ റേഷ്യോ പറയുന്നത് ഒരാൾക്ക് എത്ര ആട്? 100 ആട്. ഒരാൾക്ക് 100 ആട്. പേരൻസ് ആയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവെക്കുക. പേരൻസ് ആയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവെക്കുക. ഓക്കെ, ഭൂരിപക്ഷം അതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരാൾക്ക് 100 ആട്. 100 ആടെന്ന് പറയുമ്പം അതിൻ്റെ റേഷ്യോ എത്രയാണ്? 100-ൽ 1 പോയെന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര ആയിരിക്കും? 100-ൽ 1 തന്നെ അല്ലേ? 100-ൽ 1 പോയി. ഒരാൾക്ക് 10 ദ്രഹ്മ, അതിൽ 1 പോയി. അപ്പം റേഷ്യോ എത്രയായി? 10-ൽ 1ആയി. 100-ൽ 1ആയിരുന്നു. അടുത്ത കണക്ക് വന്നപ്പോൾ എത്രയായി? 10-ൽ 1. പിന്നെ കണക്ക് വന്നപ്പോൾ 2-ൽ 1. അപ്പോൾ എത്രയായി? 50%. 2-ൽ 1. ആ റേഷ്യോ എന്നെ വല്ലാതെ പേടിപ്പിക്കുകയാണ്. കഥ തുടങ്ങിയപ്പം, കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പം റേഷ്യോ എത്ര ആയിരുന്നു? 100-ൽ 1. രണ്ടാമത്തെ കഥ വന്നപ്പോഴത്തേന് റേഷ്യോ എത്രയായി? 10-ൽ 1ആയി. ഇന്നത്തെ കഥ വന്നപ്പോഴത്തേന് ലാസ്റ്റ് വന്നപ്പോൾ എത്രയായി? 50%. അപ്പം ഈ റേഷ്യോ ചിന്തിച്ച ഇച്ചിരി കൂടെ അലേർട്ടാണ് ഞാനും നിങ്ങളും അല്ല. ഞാനും അലേർട്ടാകേണ്ടതാണ്. കാരണം ഞാനൊരു
ഫാദറാണ്. അപ്പോൾ 50% അഥവാ 50% ലോസ് ആകാൻ സാധ്യത. അതായിരിക്കണം ലാസ്റ്റിലെ കഥ. ഒരാൾക്ക് എത്ര മക്കൾ? 2 മക്കൾ. അത് മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയാണ്. 100 ആട് നമുക്കില്ല. ഉണ്ടോ? ഇല്ല. ആടെന്താന്ന് പിള്ളേരെ പശു ഇവിടെയൊക്കെ പിന്നെ വഴിയിലൊക്കെ പോകുമ്പോൾ ആടുണ്ട്. നാട്ടിൽ പോലും ഇപ്പം പശുവിനെയൊക്കെ കൊണ്ട് കാണിക്കണം. പശു എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. മിക്ക വീട്ടിലും എന്തില്ല? പശുവില്ല. പശു ആ ഒരു സങ്കല്പമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം പശുവിനെ കാണിക്കണം. പിന്നെ രണ്ടാമത്തെ ഉടമ 10 ദ്രഹ്മ. അതെല്ലാം ഈ മക്കളുമായിട്ടല്ല, ദ്രഹ്മയുടെ കാര്യവും ആടിൻ്റെ കാര്യമൊന്നും അല്ല ഇവിടെ പറയുക. 10-1. മൂന്നാമത്തെ കണക്കിൽ എത്ര പേരായി? 2. അത് മിക്കവാറും നമുക്ക് പറ്റുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എത്ര മക്കളുണ്ട്? ഭൂരിപക്ഷം പേർക്ക് എത്ര മക്കളുണ്ട്? 2. അപ്പോൾ അന്ന് ഏതായാലും 2 മക്കളുള്ളൊരു കുറവായിരിക്കും. യാക്കോബിനൊക്കെ എത്ര മക്കളായിരുന്നു? 12 മക്കൾ. അത് നമ്മുടെ നാട്ടിലും അന്നൊക്കെ ആയിരുന്നു. 12 മക്കളെ പെറ്റൊരമ്മേ. അപ്പം ഇവിടെ അവിടെ എല്ലാം 10-12 മക്കളൊക്കെയുള്ള സമൂഹമായിരുന്നു. അപ്പോൾ 12 പേർ ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പം എത്രയായി? 2ആയി. അതിന് കാരണമുണ്ട്. ഇന്ത്യൻ കൺസെപ്റ്റ് പറഞ്ഞാൽ ഈ സഞ്ജയ് ഗാന്ധിയുടെ ഒക്കെ ഒരു സമയത്താണ് അത് കൊണ്ടുവന്നത്. ജനപ്പെരുപ്പം ഒരു പ്രശ്നമായിട്ട് വന്നപ്പം പോപ്പുലേഷൻ പ്രോബ്ലം ഒന്നാണ് ഭൂമിയുടെ പ്രശ്നം എന്ന് കണ്ടെത്തി. സത്യത്തിൽ പോപ്പുലേഷൻ പ്രോബ്ലം അല്ല സോഷ്യോളജിസ്റ്റൊക്കെ പറയുന്നത്. എന്തുമാത്രം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടായാലും അവർക്കുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷേ വി ആർ നോട്ട് റെഡി ടു ഷെയർ. അതാണ് പ്രധാന പ്രശ്നം. എല്ലാ മനുഷ്യർക്കും ഉള്ളതെല്ലാം ഇവിടെ ഉണ്ട്, ഭൂമിയിൽ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ മക്കളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ കാര്യം, നമുക്ക് ഒരു കൊച്ചാണെങ്കിൽ 2 കൊച്ചുങ്ങളാണ് ഒത്തിരി എന്ത് ചെയ്യണം? കൊടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ നല്ല ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പലരും എന്തെണ്ണം കുറച്ചത്? മക്കളുടെ എണ്ണം കുറച്ചത്. എനിക്ക് മക്കൾ വന്നപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ, 1 എൻ്റെ കയ്യിലൊന്നുമില്ല, 2 നമ്മുടെ ഇല്ല. എന്നാൽ പിന്നെ കുറേ എണ്ണം ആയാലും കർത്താവ് നോക്കട്ടെ. അല്ല ഇപ്പം എന്താ ചെയ്യുക? കാരണം 1 എൻ്റെ കയ്യിലില്ല, 2 നമ്മുടെ ഇല്ല, 10 1 ആര് തരണം? കർത്താവ് തരണം. എന്നാൽ പിന്നെ എല്ലാത്തിനും ആരിൽ ആശ്രയിക്കുക? കർത്താവിൽ ആശ്രയിക്കുക. ഒന്ന് സ്വത്രം ചെയ്ത് എല്ലാത്തിനും ആരിൽ ആശ്രയിക്കണം? കർത്താവിൽ ആശ്രയിക്കണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറത്ത് സുവിശേഷം പറയാൻ പോയി. അത് ഇവാഞ്ചലിക്ക് ഒരു അച്ഛനാണ്, ഇപ്പം മിഷണറി ആയിട്ട്. പുള്ളി ഒരിക്കലും പറഞ്ഞൊരു കാര്യമാണ്. സുവിശേഷം പറഞ്ഞ് അവിടെ ചെന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കാമെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിശ്വാസത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വസിച്ച് പുള്ളിക്ക് അത്ഭുതം കിട്ടി, വിശ്വസിച്ച് പുള്ളി നേടിയെടുത്ത ഒത്തിരി കാര്യങ്ങൾ, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് താൻ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പുള്ളി ഇങ്ങനെ ആ സാക്ഷി എല്ലാം കണ്ണു തള്ളി. പാവം അണ്ണൻ കേട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ അണ്ണനോട് ചോദിച്ചു, അണ്ണൻ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പം അണ്ണൻ പറഞ്ഞു 10 മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അള്ളൂ 10 മക്കളോ? ഈ 10 മക്കൾക്ക് നിങ്ങളങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തെന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ അവർക്ക് നല്ല ഫുഡ് കൊടുക്കും, നിങ്ങളങ്ങനെ അവർക്ക് നല്ല ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ഈ എണ്ണം പറഞ്ഞു, ഇത്ര നേരം നീ പറഞ്ഞല്ല ഞാൻ ഇനി വിശ്വസിക്കത്തേയില്ല. നീ അത് പറഞ്ഞത് എനിക്കിനി വിശ്വസിക്കണ്ട. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഈ 10 മക്കളെ എന്ത് ചെയ്തോളൂ? നോക്കിക്കോളും. പുള്ളി പറഞ്ഞു എനിക്ക് വായടഞ്ഞു പോയെന്ന് പറഞ്ഞു. ഏതായാലും റേഷ്യോ ഇങ്ങനെ കുറയുകയാണ്. 100-1, 10-1, പിന്നെ 2-1, അഥവാ 50%. ഇത് വളരെ അലേർട്ടാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം, ഒരാൾക്ക് എത്ര ആടുണ്ടെന്നിരിക്കട്ടെ? 100 ആട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എത്ര ആട്? 100 ആട്. 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയ 99-നെയും വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കും. കണ്ടു കിട്ടിയാൽ സന്തോഷിക്കും. അപ്പോൾ അവിടെ ഒരാൾ ഇടയനാണ്. ഇടയൻ എത്ര ആടുണ്ട്? 100 ആടുണ്ട്. ഈ 100-ൽ 1 പോയപ്പോൾ ഇടയൻ ചെയ്തൊരു കാര്യമുണ്ട്. ഇതിനെ തപ്പിപ്പോയിട്ട് കണ്ടു കിട്ടും വരെ 99-നെയും വിട്ടേച്ചാൽ പോയെ. എനിക്ക് ആ ഇടയനോട് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഈ 1-നെ പുറകെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്തോ കാണത്തില്ല, 99 കാണത്തില്ല. നമ്മുടെ ഇടയനാണ് എന്ത് പറഞ്ഞേനെ? ഞാനൊരു ഇടയനാണ്, ഞാനാണെ പറഞ്ഞേനെ 1 പോയാൽ പോട്ടെ. 1 പോയാലെന്താ? എത്ര ഉണ്ടല്ലോ, പോയാൽ പോട്ടെ, പോടാ. 1 പോയാൽ എത്ര ഉണ്ട്? 99. അപ്പോൾ നമ്മുടെ കണക്കേ അല്ല കർത്താവിൻ്റെ കണക്ക്. കർത്താവിൻ്റെ കണക്കിൽ ഒരിക്കലും 99-ൻ്റെ സന്തോഷമല്ല, എപ്പോഴും 1-ൻ്റെ ദുഃഖമാണ്. 1-ൻ്റെ ദുഃഖം. 1-ൻ്റെ ദുഃഖം ഉള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ തേടി സ്വർഗം വിട്ട് ഭൂമി വരെ വന്നത്. ഒരാത്മാവിൻ്റെ വില സർവ
ലോകത്തെക്കാട്ടും വിലയായതുകൊണ്ട് കർത്താവ് സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി ഭൂമി വരെ വന്നു. എന്തിനാ? ഒന്നിനെ തേടി വന്ന കർത്താവ്. ഇടയനും അതായിരിക്കണം. അപ്പോൾ ഇടയൻ്റെ പ്രത്യേകത, കണക്കുകൾ അവനെ ഒരിക്കലും സന്തോഷിപ്പിക്കാത്തൊരു ഇടയൻ. കണക്കുകൾ എത്ര, എൻ്റെ കൂടെ എത്ര പേരുണ്ടല്ലോ എന്നുള്ളതല്ല സന്തോഷം, എൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഒന്നും ഇല്ലല്ലോ എന്നുള്ള ദുഃഖം. ഈ ദുഃഖമുള്ളവനാണ് ഇടയൻ എന്ന് പറയുക. ഇടയൻ എന്നൊക്കെ പറയുന്നത് ഒരു ഹൃദയമാണ് പ്രിയരെ. ഞാനിത് മൂന്നും ഒരു ഹൃദയത്തിൽ കൊണ്ടുവരികയാണ്. ഹൃദയം എന്ന് പറയുന്നത് ഒരു ഇടയനാണ്. ഇടയൻ എന്ന് പറയുന്ന ഒരു ഹൃദയമാണ്. ഹൃദയമുള്ളവർക്കേ ഇടയനാകാനൊക്കത്തുള്ളൂ. ഇടയനാകാനുള്ള ഒരൊറ്റ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ: ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഒരു ഹൃദയമുണ്ടോ, ആര് ഓർഡിനേഷൻ തന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരൊരു ഇടയനാണ്. ഒന്നിനെ ഓർത്ത് കരയാൻ കഴിഞ്ഞാൽ അവരെ ദൈവം വിളിക്കും, നീയാണെന്ത്? ഇടയനാണ്. ഒന്നിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരിടയൻ. കണക്കുകളുടെ ഒരു ലോകത്ത് എത്ര പേരുണ്ട് സഭയിൽ? 10 പേര്, 20 പേര്, 30 കുടുംബം, 40 കുടുംബം, 50 കുടുംബം, 1000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ആഫ്രിക്കയുമായിട്ടൊന്നും കണക്ക് കൂട്ടിയാൽ നമ്മളൊന്നും ഇല്ലെങ്കിലും മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ കണക്കുകളിൽ നമ്മൾ സംതൃപ്തിപ്പെടുമ്പോൾ തമ്പുരാൻ്റെ കണക്കിൽ ഇതൊന്നും ഇല്ല. തമ്പുരാൻ്റെ കണക്കിൽ എപ്പോഴും കാണാതെ പോയ ഒന്നിനെ ഓർത്ത് വേദനിക്കുന്ന ഒരു ഹൃദയമാണ്. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യത്തിന് ഈ 50ൻ്റെ റേഷ്യോ പേടിപ്പിക്കുമ്പോൾ ഈ 50 പോകാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: 2-3 കൂട്ടർ എഴുന്നേക്കണം. ഒന്ന്, തേങ്ങുന്ന ഒരിടയൻ എഴുന്നേക്കണം. ഒന്നിനെ ഓർത്ത് വേദനപ്പെടുന്ന ഒരിടയൻ, ഒന്നിനെ ഓർത്ത് വേദനപ്പെടുന്ന ഒരിടയൻ. കരമുയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ആ ഇടയ ഹൃദയം, ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഇടയൻ. കണ്ടു കിട്ടും വരെ തപ്പി, കിട്ടിക്കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് വന്നു. ഭയങ്കര സന്തോഷം, കാരണം ഒന്നിനെ കിട്ടി. ഇന്ന് കാണുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ഒരു വഴി കൂടെ ആൾക്കാർ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുമ്പോൾ, ഒരു വഴി കൂടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളത് പലരും പല വഴി കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ മുൻപാതിൽ കൂടെ വരുന്നവരുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത്ര പേര് വന്നു, ഇത്ര പേര് ശാനപ്പെട്ടു. പക്ഷേ ബാക്ക് ഡോറിൽ കൂടെ പോയതിൻ്റെ കണക്ക് എന്ത് ചെയ്യും? കണക്ക് നോക്കിയാൽ വന്നതാണോ കൂടുതൽ? വന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് ചെയ്തത്? പോയിട്ട് എന്തുകൊണ്ടാണ് പോയത്? ഒന്നിനെ ഓർത്ത് തേങ്ങുന്നവർ വേണം. അടിവരയിട്ടേ, ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഒരു ഇടയൻ. രണ്ടാമത്തേത്, ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഈ വേദപുസ്തകത്തിലെ ആ സമയത്തെ ഒരു കഥകളെല്ലാം അല്ലെങ്കിൽ സംഭവങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മെയിൽ ഷോവനിസ്റ്റിക് സമൂഹമാണ് യഹൂദ സമൂഹം. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു രൂക്ഷഭാവമാണ് യഹൂദൻ മെയിൽ ഷോവനിസത്തിൻ്റെ, പുരുഷമേധാവിത്വത്തിൻ്റെ. കാരണം യഹൂദൻ പ്രാർത്ഥിക്കുന്ന പോലും ഇങ്ങനെയാണ്: എന്നെ നീ ഒരു സ്ത്രീയായിട്ട് ജനിപ്പിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അത്രമാത്രം ഒരു മെയിൽ ഷോവനിസ്റ്റിക് കമ്മ്യൂണിറ്റി ആയിരുന്നു യഹൂദ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് കർത്താവായ യേശു ആരോട് സംസാരിച്ചത്? ശമരിയക്കാരത്തിയോടൊക്കെ സംസാരിക്കും. യേശു അതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത ഒരാളാണ്. യേശു ഒരു ഭയങ്കര റവല്യൂഷണറി ആയിരുന്നു. ആ ഒരു സിസ്റ്റത്തിൻ്റെ വേണ്ടാത്തതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത ഒരു കർത്താവ്. അതിൻ്റെ ഒരു ആത്മാവിനെ എടുത്ത്, മനുഷ്യൻ്റെ മഹത്വം സ്ത്രീയും പുരുഷനും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അതിൻ്റെ മഹത്വത്തെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. എങ്കിലും ആ ഒരു മെയിൻ ഷോവനിസ്റ്റ് കമ്മ്യൂണിറ്റി നമുക്ക് അല്ലെങ്കിൽ തന്നെ ഓർഡർ എടുക്കുമ്പോൾ അറിയാം: സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അതാണ് അതിൻ്റെ ഓർഡർ. സ്ത്രീയുടെ തല ആരായിരിക്കണം? പുരുഷനായിരിക്കണം. പുരുഷൻ്റെ തല ക്രിസ്തു ആയിരിക്കണം. അത് സത്യത്തിൽ അതായിരിക്കണം അതിൻ്റെ ഒരു ഓർഡർ കേട്ടോ. അതൊരു ഭരിക്കാൻ വേണ്ടി ഒരു ഓർഡർ അല്ലെങ്കിൽ പോലും ഒരു ഹൈറാർക്കിക്കൽ ഒരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കർത്താവ് വെച്ചേക്കുന്നതാണ്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല പുരുഷനാണ് തല. പക്ഷെ കഴുത്തുണ്ടെങ്കിലേ തല തിരിയത്തുള്ളല്ലോ. അപ്പം അല്ല പിന്നെന്തോ ചെയ്യും അല്ലേ? പണ്ടൊരു വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: കൈയും തലയും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. അപ്പോൾ ഒരുത്തൻ ധർമ്മക്കാരനോട് ധർമ്മം ചോദിച്ചു. അപ്പം ധർമ്മം ചോദിച്ചപ്പം ധർമ്മക്കാരൻ അകത്തിരുന്ന ആൾ പറഞ്ഞു: തരണമെന്നുണ്ട്, പക്ഷെ നിയമമുണ്ട്, കൈയും തലയും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. അപ്പം തലയില്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ഇല്ല. തലയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം.
തല പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും എന്തോ വെക്കുന്നത്, ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത്. കാരണം തലയ്ക്ക് അടിയേറ്റാൽ പോവും. ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായതാണ്. ഒരു ഉപദേശി ഹെൽമെറ്റ് ഇങ്ങനെ വെക്കാതെ, നാട്ടിലൊരു സംഭവമാണ്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ എല്ലാവരും നിയമം പാലിക്കും. ഈ നിയമം പാലിക്കുന്ന ഇവരെല്ലാം നാട്ടിൽ വന്നാൽ ഇതൊന്നും പാലിക്കത്തുമില്ല. എനിക്കിത് മനസ്സിലാകാത്ത കാര്യമാണ്. ഇവിടെ സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്ന് പറയുന്നവർ അവിടെ വന്നാൽ ചുമ്മാ നടക്കുന്ന കാണാം. എല്ലാം ഉൾട്ടാക്കും എവിടെ വന്നാൽ നാട്ടിൽ. അപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ അച്ചാനിങ്ങനെ പാസ്റ്റർ അച്ചാനിങ്ങനെ രാവിലെ തൂക്കിയിട്ടുണ്ട് പോയപ്പം പോലീസ് പിടിച്ചു. അപ്പോൾ പുള്ളി ഇറങ്ങി ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ഒരു പാസ്റ്ററാണ്, അത്യാവശ്യമായിട്ട് രാവിലെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, പെട്ടെന്ന് ചെല്ലണം. അന്നപ്പോൾ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പോലുള്ളവർ ജീവിച്ചിരിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ പ്രസംഗം എല്ലാവരും കേട്ട് മാനസാന്തരപ്പെടണം. പക്ഷേ തലയുണ്ടല്ലേ എന്ത് ചെയ്യാനൊക്കത്തും, പ്രസംഗിക്കാനൊക്കത്തും. അതുകൊണ്ട് പാസ്റ്റർക്ക് തല വേണം. പാസ്റ്റർ ജീവനോട്ടിരിക്കേണ്ട ആവശ്യമായതുകൊണ്ട് എല്ലാവർക്കും 100, പക്ഷേ പാസ്റ്റർക്ക് 500 കൊടുക്കുക. കാരണം പാസ്റ്റർക്ക് എന്താ വേണം? തല വേണം. ശരീരം ഉണ്ടെങ്കിൽ സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഇവിടെ വരേണ്ടത് നെക്സ്റ്റ് ഇടയാൻ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആരുടെയാണ്? ഒരു പുരുഷൻ്റെ സംഭവം. പക്ഷെ ഒരു അപ്പൻ്റെ ഇമേജ് കാണുന്നത് 3ാമതാണ്. ഇമ്മീഡിയറ്റായിട്ട് കർത്താവ് ഇടയനെ വെച്ചിട്ട് പിന്നെ വെച്ചേക്കുന്ന ആരുടെ ഫിഗറാണ്? ഒരു സ്ത്രീയുടെ ഫിഗറാണ്. ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. 10-1 പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈ സ്ത്രീയുടെ കാര്യം 2ാമത് വന്നത്? കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു റോള് സ്ത്രീക്കുള്ളത് കൊണ്ടാണ്. സ്ത്രീ ഒരമ്മയെ പ്രതിദാനം ചെയ്യുക. അമ്മ എന്ന് പറയുന്നത് ഒരു ഹൃദയമാണ്. നമ്മൾ ഈ അമ്മ എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരെയാണ്? അമ്മയാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. മോശപ്പെട്ടതായിട്ട് വല്ലതും തോന്നിപ്പോയെങ്കിൽ, തോന്നാൻ വഴിയില്ല, തോന്നിയെങ്കിൽ എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം. ഒരു പ്രധാനപ്പെട്ട ഒരു 90% മലയാളി കുളിക്കാൻ കയറുമ്പോൾ അവർക്ക് ഭയങ്കര പാട്ട് പാടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ സോപ്പിടും. സോപ്പ് ആദ്യം ഇടുന്നത് പുക്കിളെ കുറേ നേരം സോപ്പിടും. സാധാരണ മലയാളികളല്ല. ഞാനിടും. എന്തിനായിരിക്കും എന്നറിയാം പുക്കിളെ സോപ്പിടുന്നത്? പുക്കിളെ സോപ്പിട്ടുമ്പോൾ പുക്കിൾ വെച്ചേക്കുന്ന ആരെ ഓർക്കാൻ വേണ്ടിയാണ്? പുക്കിൾ ഒറ്റ ആളെ ഓർക്കാൻ വേണ്ടി വെച്ചേക്കുക. ആരെയാണ്? അമ്മയാണ്. അല്ല പിന്നെ എന്തിനാ പുക്കിൾ എന്ന് പറഞ്ഞാൽ നിന്നെ ഓർപ്പിക്കുകയാണ്, നീ 9 മാസം ആരുടെ വയറ്റിലായിരുന്നു? അമ്മയുടെ വയറ്റിലായിരുന്നു. നീ കഴിച്ചതെല്ലാം ആര് കഴിച്ചതാ? അമ്മ കഴിച്ചതാ. നീ ശ്വസിച്ചത് അമ്മ ശ്വസിച്ചപ്പോഴാണ്. നീ കുടിച്ചത് അമ്മ കുടിച്ചത്. അതുകൊണ്ട് കുഞ്ഞെ നീ എന്നും ആരെ ഓർത്തോണം? അമ്മയെ ഓർക്കണം. അമ്മയെ ഓർക്കാൻ വേണ്ടി ഒരു പാട് വെച്ചേക്കുകയാണ്. അതാണ് ശരിക്കും പുക്കിൾ. അതല്ലേ പുക്കിൾ? എന്നും ആരെ ഓർത്തോണം? അമ്മയെ ഓർത്തോണം. അപ്പോൾ എന്തിനായിരിക്കും ഈ അമ്മയുടെ ഫിഗർ 2ാമത് വന്ന് വെച്ചേക്കുന്നത്? അത് വലിയൊരു കാര്യം കൊണ്ടാണ്. അമ്മയ്ക്കൊരു പ്രത്യേകം ഹൃദയമുള്ളതാണ്. ജന്മം കൊടുത്തത് കൊണ്ട് എല്ലാവരും അമ്മയാകത്തില്ല. ജന്മം കൊടുത്തത് കൊണ്ട് അമ്മയാകത്തില്ല. ജന്മം കൊടുക്കാതെയും ആരാകാം? അമ്മയാകാം. അമ്മയുടെ ഹൃദയം ഉണ്ടായാൽ മതി. ഇവിടെ എന്തുകൊണ്ടായിരിക്കണം ഒരു അമ്മയുടെ ഫിഗർ 2ാമത് വരാൻ കാര്യം ഇതാണ്. അമ്മയ്ക്കൊരു ഭയങ്കര മനസ്സുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. പരമാർത്ഥമല്ലേ, ഈ മറിയത്തോട് ശീമോൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഈ വാഴ്ത്ത ഭാഗ്യവതിയാണ്, എല്ലാ തലമുറ നിന്നെ ഭാഗ്യവതി വാഴ്ത്തുമെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ ചങ്കിനകത്തൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. അപ്പോൾ ഒരമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത, എല്ലാ അമ്മയുടെയും ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. വാള് ഉള്ളതാണ് അമ്മ. വാളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ ഇത് മുറിഞ്ഞാൽ എന്ത് ചെയ്യും? കരയും. ലോകത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ആരാ? അമ്മയാണ്. കൂടുതലും അമ്മ ആരെ ഓർത്താ കരഞ്ഞിട്ടുള്ളത്? മക്കളെ ഓർത്താ കരഞ്ഞിട്ടുള്ളത്. അമ്മ കൂടുതലും കരയുന്നത് ആരെ ഓർത്താ? മക്കളെ ഓർത്താ. അതൊരു പരമാർത്ഥമാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മയാണ്. 4 മണിക്ക് പിള്ള മക്കൾ വരണം, 4:30 ആയി വന്നില്ല, അപ്പോഴും അച്ചായന് ടെൻഷനൊന്നും കാണത്തില്ല. ആർക്കായിരിക്കും ടെൻഷൻ? അമ്മയ്ക്കായിരിക്കും ടെൻഷൻ. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതല്ല അമ്മയാണ്. അമ്മയ്ക്ക് എന്തിനായി ടെൻഷൻ അടിക്കുന്നത്? കർത്താവ് അമ്മയ്ക്കൊരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ചങ്കിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വാള് വെച്ചിട്ടുണ്ട്. ആ വാളുള്ളത് കൊണ്ട് കരയുന്നത് കൊണ്ടാണ് പല മക്കളും ഇന്നും ഇവിടെ കണ്ടു നിൽക്കുന്നത്. ഒറ്റ കാര്യം, ചങ്കിനകത്ത് വാളുള്ള അമ്മയുടെ കണ്ണീര് കൊണ്ടാണ്. അപ്പോൾ അമ്മയാകാനുണ്ടത് ഒറ്റ കാര്യമാണ്, മക്കൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം അമ്മമ്മ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രൂശെടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച കണ്ടില്ലേ? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പം ശീമോൻ കുരിശെടുക്കുന്നുണ്ട്. കുറേ സ്ത്രീകൾ പുറകെ കരഞ്ഞുകൊണ്ട് വരികയാണ്. ബാക്കി ആരെയും പുരുഷന്മാരൊന്നും കണ്ടില്ല. സ്ത്രീകൾ ഒറ്റ പുരുഷനെ ഉള്ളായിരുന്നു കുരിശിൻ്റെ ചവിട്ടി, പേര് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ആരാ? യോഹന്നാൻ. ബാക്കിയെല്ലാം സ്ത്രീകളായിരുന്നു.
അപ്പോൾ കർത്താവായ യേശു തിരിഞ്ഞു മറിഞ്ഞ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി എന്ത് ചെയ്യേണ്ട, കരയണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലി എന്ത് ചെയ്യണം, കരയണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക്, പേടിപ്പിക്കേണ്ട ഒരു വാക്കാ, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. മലകളെ അന്ന് പറയും, പ്രസവിക്കാത്തവൾ, ജന്മം കൊടുക്കാൻ കഴിയാത്തവൾ, പാലൂട്ടാൻ കഴിയാത്തവൾ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. സത്യത്തിൽ ഒരു കാലത്തും പ്രസവിക്കാത്തവരെ എന്തെന്ന് വിളിച്ചിട്ടില്ല, ഭാഗ്യം എന്ന് വിളിക്കത്തില്ല. പ്രസവിക്കാൻ കഴിയാത്തത് നിർഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പഴയ നിയമത്തിലൊക്കെ കാണുന്നത്. നിർഭാഗ്യത്തിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് പ്രസവം കൊടുക്കാൻ കഴിയാത്തത്. ഹന്നായെക്കുറിച്ച് നമ്മൾ കാണുന്നു, സാറയെക്കുറിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ റാഹേല്, ഇങ്ങനെ പലരുടെയും അവരെല്ലാം ദൈവം പിന്നെ അവരെ കടാക്ഷിക്കുന്നുണ്ട്, ഒരു ദൈവം അവരെ ഓർക്കുന്നുണ്ട്, ഒരു നിർഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇനിയൊരു കാലം വരുന്നു. എന്ത് കാലം? പ്രസവിക്കാത്ത സ്ത്രീ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. സത്യമാണോ ചോദിച്ചാൽ 100% സത്യമാണ്. കാലം വരുന്നു എന്നല്ല, പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. അന്ന് നിങ്ങൾ പറയും, എന്ത് പറയും? മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴാൻ പറയും. ഞാൻ എൻ്റെ കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ പ്രിയരെ, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം. മലകളെ ഞങ്ങളുടെ മേൽ വന്ന് എന്ത് ചെയ്യണം? വീഴണം. ഒരു അമ്പറ്റി പെങ്കൊച്ച് രാത്രിയിൽ ഇറങ്ങിപ്പോയി, എവിടെയോ പോയി തപ്പി. അവസാനം ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ കിട്ടിയത് ഇതാണ്, ഞാൻ എങ്ങും ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല, ഞാൻ ഇന്നാരുടെ കൂടെ ഇന്നിടത്തുണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, വീട്ടിലൊന്ന് പറഞ്ഞേക്കണം. അതിൻ്റെ സന്ദേശം എന്നോടാണ് പറഞ്ഞേക്കാൻ. പാതിരാത്രിക്ക് ഞാൻ ചെന്ന് ഈ കാര്യം പറയുമ്പോൾ ഞാൻ കണ്ണിന് കണ്ടൊരു കാഴ്ചയുണ്ട്. അമ്പൂറ്റിയൊരമ്മ തലയിട്ട് ഭിത്തിക്കിട്ട് ഇടിക്കുക. എന്നിട്ട് ഈ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഇടിഞ്ഞു വീഴട്ടെ, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യട്ടെ, ഇടിഞ്ഞു വീഴട്ടെ. അങ്ങനെ ഒന്നല്ല, പല അനുഭവങ്ങളും എൻ്റെ മനസ്സിരിപ്പുണ്ട്. ഇടിഞ്ഞു വീഴട്ടെ. പെട്ടെന്നിട്ട് മനസ്സിലൊരു കാളലുണ്ടായി. കർത്താവെ, വർഷങ്ങൾക്ക് മുമ്പ് നീ പറഞ്ഞു, അന്ന് പറയും, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് എന്ത് ചെയ്യട്ടെ, വീഴട്ടെ. അപ്പോൾ അത്രമാത്രം അലേർട്ടാകേണ്ട ഒരു കാലം. ശ്രദ്ധിച്ചേ പ്രിയരെ, 10 പോവുകയാണ്. ഇവിടെയാണ് ഒരു സ്ത്രീയുടെ കാര്യം. ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഉറക്കെ പറഞ്ഞേ, എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഈ 10 കാണാതെ പോയപ്പോൾ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു, വീട് അടിച്ചു വാരി, അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാൻ. നമ്മൾ ആ ഓർഡർ നോക്കിക്കേ. ആദ്യം ഒരു മനുഷ്യനെ കാണാതെ പോയി, ഒരാടിനെ. ആടും ഇടയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിൻ്റെ ഫിഗറായിരിക്കും? ആട് ഇടയൻ. പുതിയ നിയമത്തിൽ നമുക്ക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? പുതിയ നിയമത്തിൽ അതിനെ എന്തെന്ന് വ്യാഖ്യാനിക്കാം? സിമ്പിൾ, സഭയല്ലേ? സഭ ആണ് ഇടയനും ആടുകൾ. അപ്പോൾ ആദ്യം ഒരാൾ കാണാതെ പോയത് എവിടുന്നാ? സഭയെന്നാണ്. സഭയെന്ന് പോയാൽ ഉറപ്പാണ്, കുറേ കഴിയുമ്പോൾ എവിടെ കാണത്തില്ല? വീട്ടിൽ കാണത്തില്ല. രമ്മ പോയി. രണ്ടാമത് പോയത് എവിടുന്നാ? വീട്ടിൽ നിന്നാണ്. ഇനി മൂന്നാമത്തെ ദ്രഹ്മ കഥയെ കാണുന്നുണ്ട്. എവിടുന്ന് പോയി? നാട്ടിൽ നിന്ന് പോയി. പടിയിറക്കം തുടങ്ങിയത് എവിടുന്നാ? സഭയെന്നാണ്. സഭയെന്ന് ഇറങ്ങിയോ ഉറപ്പാണ്, കുറേ കഴിയുമ്പോൾ എവിടെ കാണത്തില്ല? വീട്ടിൽ കാണത്തില്ല. വീട്ടിൽ കണ്ടില്ലേ, കുറേ നാൾ കഴിയുമ്പോൾ എവിടുന്ന് കാണത്തില്ല? നാട്ടിൽ കാണത്തില്ല. അപ്പം പടിയിറക്കം തുടങ്ങുന്നത് ആദ്യം എവിടുന്നാ? സഭയെന്നാണ്. അതിപ്പോൾ നിങ്ങൾ പറയും, ഞാൻ UK വന്ന് പ്രസംഗിക്കും. UK നല്ല പ്രിയരെ, ഇതിൻ്റെ ബാക്കിയാണ് നാട്. എനിക്കിഷ്ടം, ഇവിടുത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. എന്നാ കാര്യം? ഞാനിരിക്കാനിടെ ഒരു കൊച്ചിനോട് പ്രസംഗം എല്ലാം കഴിച്ച് വെച്ചു, മോനെ, I just want to know, how was my message? Uncle, sorry to say, it was too boring. എനിക്കവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി. മറ്റേതൊന്നും മനസ്സിലായില്ലെങ്കിലും പറയും, ഓ ഗ്ലോറി എന്താ എന്ന് പറയും. അങ്കിൾ, സോറി ടു സേ, ഇറ്റ് വാസ് ടു ബോറിങ് അങ്കിൾ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് പ്ലീസ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ സത്യസന്ധനാണ്, നല്ല പിള്ളേരാ. അപ്പം നിങ്ങൾ ഇവിടുത്തെ മക്കളെക്കുറിച്ചൊന്നും അല്ല, ലോകമെമ്പാടുള്ള യൂണിവേഴ്സൽ ആപ്ലിക്കബിളാണ് ഇതെല്ലാം. ഇവർ കുറച്ചുകൂടെ സത്യസന്ധരാ. ഒന്നുമില്ലെങ്കിൽ ദേ ആർ ഡെയർ ഇനഫ് ടു സേ വാട്ട് ദേ ആർ. ഞങ്ങളിതാന്ന് അവരെ പറയത്തില്ലേ? പറയും. മറ്റേതൊരു ഫേക്ക് വെച്ച് കളിക്കാൻ ഭയങ്കര മിടുക്കരാണ്. അപ്പം നോക്കൂ, ചർച്ചയിൽ നിന്ന് കണ്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എവിടെ നിന്ന് പോകും? വീട്ടിൽ നിന്ന് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ എവിടെ നിന്ന് നഷ്ടപ്പെടും?
നാട്ടിൽ നിന്നേ നഷ്ടപ്പെടും. നമ്മൾ പണ്ട് പള്ളി ഉണ്ടാക്കി. അതാണ് ശരിക്കും ഒരു മലയാളി കൺസെപ്റ്റ് പറയല്ലേ, പള്ളി ഉണ്ടാക്കി. പള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വേദോസം വായിക്കാൻ വേണ്ടി അക്ഷരാഭ്യാസം ആവശ്യമായതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും എന്തുണ്ടാക്കിയത്, പള്ളിക്കൂടം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് എന്തെന്ന് പേര് വന്നത്, പള്ളിക്കൂടം. പള്ളിയോട് ചേർന്ന് എന്തുണ്ടായിരുന്നു, പള്ളിക്കൂടം. അപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ്റെ ആവശ്യം വന്നപ്പോൾ അന്ന് പിന്നെ LMS മിഷണറിമാർ തിരുവിതാംകൂർ തെക്കോട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. CMS മിഷണറിമാർ സെൻട്രൽ കേരളയിൽ സ്ഥാപിച്ചു. ബാസിൽ മിഷണറിമാർ നോർത്ത് മലബാറിലോട്ട് പോയി സ്കൂളുകൾ സ്ഥാപിച്ചു. ചാവറയച്ചൻ്റെ ഒക്കെ നേരത്തെ പിടിയിരിപ്പണം പിടിച്ചാണ് എന്ത് പണിതത്, സ്കൂളുകൾ പണിതത്. ഒറ്റ കാര്യം, നമുക്ക് പള്ളി മാത്രം പോരാ, എന്തുകൂടെ വേണം, പള്ളിക്കൂടം വേണം. അപ്പോൾ പള്ളി പോകുന്ന പിള്ളേരെ എല്ലാം അടിച്ചാണ് എവിടെ കയറ്റിയത്, പള്ളിക്കൂടത്ത് കയറ്റി. ഇന്ന് നമ്മുടെ പ്രശ്നം പള്ളിക്കൂടം ഉണ്ട്, പക്ഷേ എന്തോ ഇല്ല, പള്ളിയില്ലെന്നുള്ളത് വലിയൊരു പ്രശ്നം. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പള്ളിക്കൂടം മാത്രം പോരാ, എന്തോടെ വേണം, പള്ളിയൂടെ വേണം. ഒന്ന് സ്വതന്ത്രം ചെയ്ത്, അതല്ലേ സത്യം. നമ്മളൊരിക്കൽ പള്ളി പോരാഞ്ഞിട്ട് എന്ത് വേണത്, പള്ളിക്കൂടം പെടും. ഇന്ന് നമ്മൾ പള്ളിക്കൂടം പോരാഞ്ഞിട്ട് എന്തുകൂടെ വേണം, പള്ളിയൂടെ വേണമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിൽ വരികയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചർച്ച് കണ്ടില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പം വീട്ടിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുറപ്പാക്കുക, എല്ലാവരും എന്നോടൊപ്പം നമ്മളോടൊപ്പം ചർച്ചിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കരമുയർത്തി പ്രാർത്ഥിച്ചേ, കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാ പേരൻസും പ്രാർത്ഥിക്കണേ. ചർച്ചിലുണ്ടോ ഉറപ്പാണ്, വീട്ടിലുണ്ടായിക്കോളും. ചർച്ചിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിന് നമ്മൾ ഭയങ്കര റീസൺ പറയും, ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ദേ കൺ അണ്ടർസ്റ്റാൻഡ് ദിസ് മലയാളം, ദിസ് ബെഡ ബിഗ് ലാംഗ്വേജ്, ദിസ് സ്റ്റഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയും. പക്ഷേ എന്തും അണ്ടർസ്റ്റാൻഡിലും വലിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുന്നത് കുറേയൊക്കെ പഠിച്ചോളും. അത്യാവശ്യം അറിയത്തില്ലേ മക്കളെ മലയാളം. ഈ മലയാളം അറിയത്തില്ലെന്ന് പറയുന്നതോടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ അമേരിക്ക ഒരിക്കൽ താമസിക്കുമ്പോൾ ഒരു ആ കൊച്ചനോട് അങ്ങ് ഇംഗ്ലീഷ് പറയാം മക്കളെ, അങ്ങ് ഇംഗ്ലീഷ് പറയാം. അന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സെൻറ്റ് എനിക്ക് അത്യാവശ്യമൊക്കെ പിന്നെ പിടിച്ചിരിക്കാം, എനിക്കതുകൊണ്ട് മനസ്സിലാകുന്നില്ല, അതുപോലെ അതങ്ങ് സ്പീഡിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീൻ മലയാളം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് യുവർ ആക്സെൻറ്റ്. എന്നാൽ അവൾ എന്നോട് പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം, ഐ ഹേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു പിച്ചാത്തി ഇറക്കുന്നിടത്ത് തോന്നും, ഐ ഹേറ്റ്. അപ്പോൾ ഇവരുടെ ഈ കൊച്ചു പിള്ളേരാണ്, ഇവരുടെ പേരൻസ് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് കണ്ട കാഴ്ച, അപ്പോൾ അവിടെ ഇളയ ആങ്ങളെ വന്ന് അവിടെ ഒറ്റ അടി വെച്ച് കൊടുത്ത് പുറത്തിട്ട് പച്ചത്തെറി അവൾ മലയാളത്തിൽ വിളിച്ചു ഈ കൊച്ചിനെ. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ അറിയാം, ഐ ഹേറ്റ് എന്ന് പറഞ്ഞവർക്ക് എന്തോ അറിയാം, മലയാളം അറിയാം. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു താല്പര്യം, എന്താണെന്ന് പറഞ്ഞാലും ഉറപ്പാക്കണേ, എല്ലാവരും എവിടെ ഉണ്ടായിരിക്കണം, ചർച്ചിലുണ്ടായിരിക്കണം. ചർച്ചിലുണ്ടെങ്കിൽ എവിടെ കാണണം, വീട്ടിൽ കാണും. അപ്പോൾ ആദ്യത്തെ പടിയിറക്കം തുടങ്ങി. എവിടുന്ന് തുടങ്ങി? അപ്പം നമുക്കിന്ന് ആവശ്യം പള്ളിക്കൂടമാണോ, ശരിക്കും എന്താണോ, പള്ളിയാണോ? പള്ളിക്കൂടം അല്ല, പിന്നെന്താ, പള്ളിയാണ്. പള്ളിക്കൂടം ഉണ്ട്, പള്ളിക്കൂടം വേണ്ടെന്നല്ല പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, പള്ളിക്കൂടം പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്, സഭ. അവിടുന്ന് പടിയിറക്കം തുടങ്ങുന്നു. അത് കഴിഞ്ഞപ്പം വീട്ടിൽ കാണാതായത് ആദ്യം അറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അറിയണം അമ്മ എന്ന് പറയുന്ന ഒരു ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിനകത്ത് ആദ്യം അറിയണം, ദ്രഹ്മ കളഞ്ഞു പോകുന്നതിന് മുമ്പ് അറിയേണ്ടത് അമ്മയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അമ്മയാണോ? അറിയണം. എന്തറിയണം? കളയാൻ 10 ഉള്ളൂ, കളയാനൊന്നും തന്നിട്ടില്ല തമ്പുരാൻ നമുക്ക് കളയാനൊന്നും തന്നിട്ടില്ല. 10 1 പോയിട്ട് ഇനി 9 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഏതെങ്കിലും അമ്മയ്ക്ക് കഴിയോ? ഇല്ല. അമ്മയുടെ ഹൃദയം അതാ. 2 5 മക്കൾ, 5-ൽ 1 പോയാലും അമ്മ എന്നും മരിക്കുന്നിടം വരെ ആ കുഞ്ഞിനെ ഓർത്ത് കരയും. കൊച്ചിലെ മരിച്ചതായിരിക്കാം, ഗർഭത്തിൽ കിടന്ന് മരിച്ചതാണെങ്കിലും, എങ്കിലും അത് കേൾക്കുമ്പം ഓർക്കുമ്പം അമ്മയ്ക്ക് നൊമ്പരാ. എന്താ കാര്യം? നഷ്ടപ്പെടുത്താൻ അമ്മയ്ക്കൊന്നുമില്ല. അതാണ് അമ്മ. എങ്കിൽ ഇന്ന് രാത്രി അറിയട്ടെ, പോയെന്ന് ആരറിയണം? അമ്മ അറിയണം. പോകുന്നതിന് മുമ്പ് അറിയണം. ആരറിയണം? അമ്മ അറിയണം. അപ്പോൾ അമ്മ എന്തോ എന്നറിയാമോ? വിളക്ക് കത്തിച്ചു, പിന്നെ വീട് അടിച്ചു വാരി, എന്നിട്ട് എന്തുവരെ? കണ്ടു കിട്ടും വരെ. അടുത്തൊരു വാക്യം, സൂക്ഷ്മത്തോടെ അന്വേഷിക്കും. 4 കാര്യങ്ങളാണ്. വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി, കണ്ടു കിട്ടും വരെ, സൂക്ഷ്മത്തോടെ. ഉറക്കെ പറഞ്ഞേ, വിളക്ക് കത്തിച്ചു. ഉറക്കെ പറഞ്ഞേ, വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി, കണ്ടു കിട്ടും വരെ. 3 സൂക്ഷ്മത്തോടെ. വിളക്ക് കത്തിച്ചു. അപ്പം പോയെന്നറിയുന്നതിന് മുമ്പ്
എവിടെ എന്ത് കത്തിക്കണം? വിളക്ക് കത്തിക്കണം. അങ്ങ് ദൂരെ പോയിട്ടില്ല, എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. അപ്പം കൂടുതലും രണ്ടാമത്തെ സ്റ്റേജിൽ പോകാൻ സാധ്യത എവിടെ വെച്ച് തന്നെയാണ്? വീട്ടിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് വീടിൽ നിന്ന് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ എൻ്റെ ഭാഷയെ പറയട്ടെ, വിളക്ക് കത്തിക്കുന്നത് പ്രാർത്ഥനയുടെ വിളക്കാണ്, ഉപവാസത്തിൻ്റെ വിളക്കാണ്. ഉപവാസവും പ്രാർത്ഥനയും കണ്ണീരും കൊണ്ട് അമ്മ അറിയണം, പോകുന്നതിന് മുമ്പ് അറിയണം, വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അറിയണം. എന്നിട്ട് വിളക്ക് കത്തിച്ചു, ചൂലെടുത്തു, അടിച്ചു വാരി. ഞാൻ ഈ ദ്രഹ്മ ഒരു നാണയം പോലുള്ള സാധനമല്ലേ, ആ ദ്രഹ്മ ഫിഗറേറ്റീവ് ഉപമയാൾക്ക് പാരബിളായിട്ട് പറയല്ലേ. അപ്പോൾ ആ ദ്രഹ്മ അങ്ങ് കട്ടിൻ്റെ കീഴിലോ അലമാരുടെ കീഴിലോ ഒക്കെ തെറിച്ചു പോയി കിടന്നെന്ന് വെക്കുക. കൈയിട്ട് തപ്പാൻ ഒക്കുവോ? ഇല്ല. അപ്പോൾ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചൂലെടുത്തിട്ട് അടിക്കും. ചൂലെടുത്തിട്ട് ഇങ്ങനെ കട്ടിൻ്റെ കീഴേ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ ടിങ്ങെന്നൊരു സൗണ്ട് കേട്ടും. അപ്പോൾ അമ്മയ്ക്കറിയാം ഇതെവിടെ മുട്ടി, ദ്രഹ്മേല് മുട്ടി, കട്ടിക്കീഴിൽ എവിടെ കിടപ്പുണ്ട്. എന്താ അത് പറയുക? ഒരു കാര്യം ഉറപ്പാ, എവിടെ കിടപ്പുണ്ട്? പ്രാർത്ഥന എത്താത്ത ഒരു ദൂരത്തേക്ക് ഒന്നും പോയിട്ടില്ല. പ്രാർത്ഥന എത്താത്ത ഒരു ദൂരത്തേക്ക് എങ്ങും പോയിട്ടില്ല. പ്രാർത്ഥന എത്തുന്നൊരു ദൂരത്തിലുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകാതെ പ്രിയരെ ഇന്ന് രാത്രി അടിച്ചു വാരണം, വിളക്ക് കത്തിക്കണം. എത്ര പേരുന്ന് രാത്രി തീരുമാനിക്കും, കർത്താവെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കാൻ, അടിച്ചു വാരാൻ, സൂക്ഷ്മത്തോടെ കണ്ടു കിട്ടും വരെ എത്ര പേരുന്ന് രാത്രി കർത്താവെ എനിക്കതിനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം? കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച് ഞാൻ വളരെ ശാന്തമായിട്ട് പറയുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി. വിളക്ക് കത്തിക്കണേ എൻ്റെ പൊന്നമ്മമാരെ, എൻ്റെ പൊന്നമ്മമാരെ. തിരക്കാണെന്നറിയാം, ഭയങ്കര തിരക്കാണെന്നറിയാം, എല്ലാവരും തിരക്കാ, ലോകമെമ്പാടും തിരക്കാണ്. പക്ഷെ തിരക്കിനകത്തും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത്, എന്നെയും നിന്നെ ഏൽപ്പിച്ചത് പോകുന്നതിന് മുമ്പ് അറിഞ്ഞ് വിളക്ക് കത്തിച്ച് അടിച്ചു വാരിയാൽ ഇന്ന് രാത്രി ഞാൻ ഗ്യാരണ്ടി പറയാം, നിന്റെ പ്രാർത്ഥന എത്താത്ത ദൂരത്തേക്ക് ഒന്നും പോയിട്ടില്ല. പ്രാർത്ഥന എത്താത്ത ദൂരത്തേക്ക് എങ്ങും പോയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് എത്താൻ കഴിയാത്തൊരു ദൂരത്തിലേക്ക് പോയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് എത്താൻ കഴിയാത്തൊരു ദൂരത്തേക്ക് പോകത്തില്ല. അന്ധന ശകന റിബന ഹതനെ റിഗനെ അധുനിയ ശകന റബന. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കത്തിക്കണേ. ഉപവാസത്തിൻ്റെ വിളക്ക്, പ്രാർത്ഥനയുടെ വിളക്ക്, കണ്ണീരിൻ്റെ വിളക്ക്, അതൊന്നെടുത്ത് കത്തിച്ചൊന്ന് തൂക്കാൻ തയ്യാറായ ഇന്ന് രാത്രി കർത്താവ് ഒരുറപ്പ് പറയുകയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോത്തില്ല. എത്തുന്നൊരു ദൂരത്തിൽ കിടപ്പുണ്ട്. പക്ഷെ ആ ദൂരം കവിയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അലേർട്ടായിട്ടെ. ഇതൊരു അടിയന്തര സന്ദേശം. ഞാൻ സഭകളിലൊക്കെ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം, ഞാൻ എന്നോട് പറയുന്നൊരു സന്ദേശം എന്താണ്? ചൂലെടുക്കുക, അടിച്ചു വാരുക, പ്രാർത്ഥന, ഉപവാസം, കണ്ണീര്, അടിച്ചു വാരണം. അടിച്ചു വാരണം, അറിയണം. എപ്പോൾ അറിയണം? ദൂരെ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അറിയണം. ഇതറിയാനുള്ള ഒരു കണ്ണും ഹൃദയവും ഒക്കെ എല്ലാ അമ്മയും പ്രാപിച്ചോണേ. ഇതറിയാനുള്ള ഒരു ഹൃദയവും കണ്ണും ഒക്കെ ഒരമ്മയ്ക്കത് അറിയണം. അമ്മയത് അറിയണം. അമ്മയത് അറിയണം. ഞാനിവിടെ എന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് പറയുക, സത്യസന്ധമായിട്ട് പറയുകയാണ്. ബാല്യകാലത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളിലൊക്കെ എവിടെയൊക്കെ ഉതറിയും ഒക്കെ പോകേണ്ട സാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹോമോസെക്ഷൽ എക്സ്പീരിയൻസിൽ കൂടെ ഒക്കെ കടന്നുപോയൊരു ബാല്യകാലം. ആ ഒരു സമയത്ത് എൻ്റെ അമ്മ ഒരു ദിവസം കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ വന്ന് വിളിച്ചു വെച്ചു, മക്കളെ എന്തു പറ്റി, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തത്ത പറയുന്നവരെ പറയുന്നു, അമ്മയെ മറയ്ക്കാനൊക്കത്തില്ലല്ലോ, കൊച്ചു കുഞ്ഞാ. പക്ഷെ അമ്മ അറിഞ്ഞു, അമ്മ സംസാരിച്ചു, രക്ഷപ്പെടുത്തി, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, വിശുദ്ധീകരിച്ചു, പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അമ്മ എങ്ങനെ അറിഞ്ഞത് എനിക്കറിയത്തില്ല, ആരും പറഞ്ഞതല്ല. അമ്മ അറിയണം, അമ്മ അറിയും, അമ്മ അറിയും, അമ്മ അറിയണം. പ്രാർത്ഥിക്കുന്ന ഒരമ്മ അറിയും. ഇന്ന് രാത്രി പറയട്ടെ, അറിയാൻ കഴിഞ്ഞാൽ അടിച്ചു വാരാൻ തുടങ്ങും. അറിയാൻ കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങും. വിളക്ക് കത്തിച്ച ഉറപ്പ നിന്റെ വിളക്കിൻ്റെ ദൂരത്ത്, നിന്റെ ചൂരിൻ്റെ ദൂരത്ത് അത് കിടപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് അത് പോത്തില്ല. അർക്ക രഗ നഗതന ശാന്തനെ ഉടാ ബന ഹത രഗ ലഗതന. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവെ, അറിയുന്ന അമ്മമാരെ നിങ്ങൾ അറിയണം, അറിയുന്ന അമ്മമാരെ നിങ്ങൾ അറിയണം, അറിയണം. വിളക്ക് കത്തിക്കണം, വിളക്ക് കത്തിക്കണം. ബ്രഹ്മ പോകുന്നതിന് മുമ്പ്
ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ബാക്കി പത്രം പറയട്ടെ. 10ാം ക്ലാസ് എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആ സംഭവം കൃത്യമായിട്ട് അറിയാം, പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ മതി. പക്ഷേ എൻ്റെ ആ കരണ്ടടിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞ സാക്ഷ്യം അതാ അറിയുന്ന ആ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അന്ന് SLC ആണ് പാസ്സായി വരുമ്പോൾ, റിസൾട്ട് അറിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ റോഡേ ഇങ്ങനെ നടന്നു വരുന്നു. അമ്മയുടെ മുഖം ഒരു കൊട്ടയുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്തോ പറ്റി, അമ്മയ്ക്ക് എന്തോ പറ്റിയത്? അമ്മ ഒന്നും പറഞ്ഞു, ഒന്നും പറ്റിയില്ല. ഞാൻ ചോദിച്ചു, അമ്മയുടെ മുഖം എന്നെ വല്ലായിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്, അവന് ഡിസിഷൻ ഉണ്ട്, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ പേരാണ് കുശുമ്പ്. അമ്മ കുശുമ്പ് കൊണ്ടല്ലേ അമ്മയുടെ മുഖം വല്ലായിരിക്കുന്നത്, കാരണം അവന് ഡിസിഷൻ കിട്ടി. അപ്പോൾ എന്നോട് അമ്മ എന്നെ പറഞ്ഞടാ, അവൻ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, പഠിപ്പ് മാത്രം അവൻ്റെ പണി. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പഠിപ്പിസ്റ്റാണ് മക്കളെ, അവൻ ഭയങ്കര പഠിപ്പിസ്റ്റാണ് നമ്മൾ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞേട്ടാ, അവൻ പഠിച്ച് കിട്ടിയതാണ്, നിനക്കിത് പഠിച്ച് കിട്ടിയതൊന്നും അല്ല, പിന്നെ പ്രാർത്ഥിച്ച് കിട്ടിയത്, അതാ പരമാർത്ഥം കേട്ടോ. നമ്മൾ ഈ പല പിള്ളേരും രക്ഷപ്പെടുന്നതൊക്കെ എങ്ങനെയാണ്? പ്രാർത്ഥിച്ച. ഈ വോളിബോൾ കഴിക്കുമ്പോൾ ഒരാൾ ലിഫ്റ്റ് അടിച്ചു കൊടുക്കും, പൊക്കി കൊടുക്കും. അപ്പോൾ ഒരാൾ ഒറ്റ സ്മാഷിങ് അല്ലേ പറയുന്നത്, അടിക്കുമ്പോൾ അങ്ങോട്ട് വീഴും. ഇതുപോലെയാണ് പലതിനെയും പൊക്കിയെടുത്ത് എങ്ങോട്ട് ഇടുക, അപ്പുറത്തിട്ടിട്ട്. ഈ പരീക്ഷ എടുക്കുമ്പോഴാണ് ഈ പിള്ളേർക്കെല്ലാം അമ്മയോട്, അമ്മേ പത്തിച്ചോണേ, അമ്മേ പത്തിച്ചോണേ. അപ്പോൾ അറിയാം ആര് പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിക്കണം. അപ്പം പിന്നെ അമ്മ എൻ്റെ പറഞ്ഞേട്ടാ പ്രാർത്ഥിച്ച് കിട്ടിയ. പിന്നെ ഞാൻ പിന്നെ എന്താ അറിയില്ല, നിൻ്റെ മുമ്പിൽ എന്തോ ഒരു അനർത്ഥം വരാൻ പോകുക. അന്ന് അമ്മ കരയുന്ന ഒരു പായ ഇരുന്ന് കരച്ചിലും പ്രാർത്ഥനയുമായിട്ട് മാത്രം ഇരിക്കുന്നു. പിറ്റേ ദിവസവും അത് തന്നെ. അത് 48 മണിക്കൂർ കഴിയുമ്പോഴാണ് എന്നെ കറണ്ടടിക്കുന്നതും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു. പക്ഷെ ഒന്നെനിക്കറിയാം, അതിലൊരു 48 മണിക്കൂർ മുമ്പ് ഒരമ്മ മുട്ടയിരിക്കുകയാണ്. എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അമ്മ അറിയണം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, എൻ്റെ ദ്രഹ്മ പോകുന്നതിന് മുമ്പ് അറിയാനും വിളക്ക് കത്തിക്കാനും കരയാനും, കർത്താവെ എനിക്കൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാരും കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എനിക്കതിനുള്ള കൃപ തരണേ. അറിയണം. വിളക്ക് കത്തിച്ചു, പക്ഷെ അവിടെ ഒരു കാര്യം ഉറപ്പാണ്, ആ ചൂല് കണ്ടെത്തുന്ന ഒരു ദൂരത്ത് കിടപ്പുണ്ട്. എന്താ അതിനകത്ത് ദൂരത്ത്? പ്രാർത്ഥന എത്താത്തൊരു ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. സുവിശേഷം സദ്വർത്തമാനമാണ്. ഞാൻ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ട് എല്ലാവരും പോയെന്ന് പറയാൻ വേണ്ടി വെക്കുകയല്ല, ഞാൻ അങ്ങനെ ഒരു സുവിശേഷനല്ല. ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷം സദ്വർത്തമാനത്തിൻ്റെ സുവിശേഷമാണ്, അത് ഹോപ്പിൻ്റെ സുവിശേഷമാണ്. എന്താ അതിൻ്റെ പ്രത്യാശ ഇതാണ്, ചൂലിൻ്റെ അറ്റത്ത് കിടപ്പുണ്ട്, ആ ദൂരത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നമുക്ക് തന്നതൊന്നും പോകാൻ വേണ്ടി തന്നതല്ല. നമുക്ക് എല്ലാവരും പറയാം മക്കളെല്ലാം പോയി, ഞാൻ പറയും പോയിട്ടില്ല, ഒന്നും പോത്തുമില്ല. കാരണം ആപത്തിനായിട്ട് പ്രസവിച്ചതല്ല നമ്മൾ, വൃഥ അധ്വാനിക്കുന്നവരുമല്ല. അതാണ് സുവിശേഷം, ഹോപ്പിന്റെ സുവിശേഷത്തിന് പ്രത്യാശയുണ്ട്. സുവിശേഷം സദ്വർത്തമാനമാണ്, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ ലോകമല്ല. ഞാൻ പോയെന്ന് പറയാൻ നിൽക്കുകയല്ല, പോകുന്ന ദൂരത്ത് കിടപ്പുണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ ദൂരത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ പറ, എന്റെ ദൂരത്തുണ്ട്, ഞാൻ ഇന്നും പ്രാർത്ഥിച്ചാൽ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല, പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനല്ല തമ്പുരാൻ തന്നത്. സ്തോത്രം 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 സ്തോത്രം. അപ്പം നോക്കൂ, അത് കണ്ടു കിട്ടും വരെ എങ്ങനെ അന്വേഷിച്ചു? സൂക്ഷ്മത്തോടെ അന്വേഷിച്ചു. കണ്ടു കിട്ടിയാൽ സ്നേഹത്തോടെ. അപ്പൊ കളഞ്ഞു പോകുന്ന ഒരു പ്രായം, കളഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു പ്രായത്തെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടത് ഒന്ന് ഉറപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം കുറിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചോണേ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അല്ലേ, ഒന്ന് നോക്കട്ടെ. കറക്റ്റ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, കുഞ്ഞ് എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അങ്ങനെ ഗുരുതരാവസ്ഥയിലാന്ന് പറയുന്ന യേശുവിനെ കൊണ്ട് പോകുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ സ്ത്രീ, ഒരു രക്തസ്രാവക്കാരത്തെ സൗഖ്യമാക്കുന്നു. ഇച്ചിരി സമയം മുമ്പോട്ട് പോകുന്നു. അതിനിടയ്ക്ക് വന്ന് പറഞ്ഞു, കുഞ്ഞ് എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടോ? പള്ളി ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യില്ല. എന്നിട്ട് അതിന് 39-ാമത്തെ വാക്യത്തിൽ കാണുന്നു, കുട്ടി എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രേ. ഒരു കാര്യം ഉറപ്പാണ്, തമ്പുരാൻ നമുക്ക് തന്ന ഒന്നും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടത്തില്ല. വിശ്വസിക്കാവോ? ആമേൻ പറയാമോ? എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടത്തുമില്ല. അത് എവിടെ വളർന്നാലും ചൂലെടുക്കാൻ ഒരു അമ്മയുണ്ടോ? അത് ഇന്ത്യയിലായാലും കൊള്ളാം, UK-യിലായാലും കൊള്ളാം, അമേരിക്കയിലായാലും കൊള്ളാം, നഷ്ടപ്പെടത്തില്ല.
നഷ്ടപ്പെടാൻ തമ്പുരാൻ തന്നിട്ടില്ലല്ലോ. കളഞ്ഞു കുടിക്കാനല്ലല്ലോ തമ്പുരാൻ തന്നത്. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങിയ. എത്ര പേരിന്ന് രാത്രി വിശ്വാസത്തോടെ ആ വചനം പറയും, എനിക്ക് തമ്പുരാൻ തന്നതൊന്നും മരിച്ചിട്ടില്ല. ഇന്ന് ഇച്ചിരി ഉഴപ്പി നടക്കുകയായിരിക്കാം, ഇന്ന് ചർച്ചയിൽ വരുന്നില്ലായിരിക്കാം, ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം. അവൻ മരിച്ച പോലെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ കർത്താവ് വന്ന് കൈവച്ചാൽ അത് ഉണരും. വിളിച്ചോണ്ട് വന്നാൽ എൻ്റെ യേശു വരും. യേശു വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പനെയും അമ്മയെയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അകത്ത് കടന്നു. ഒരു കാര്യമേ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഏറ്റവും ഹൃദയമുള്ള 3 പേരാ പോകുന്നത്. ആരൊക്കെയാ? യേശുവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അതുകൊണ്ട് തമ്പുരാനെ ഓർത്തൊരു ഉപകാരം ചെയ്യണേ. മക്കളെ കൊണ്ട്, കാണുന്നവരെയും കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിക്കരുത്, കാണുന്നവരെ എല്ലാം മുമ്പിൽ കൊണ്ട് തലയിട്ട് കൊടുക്കരുത്, നാട്ടുകാരെല്ലാം ഒന്നും പറയണ്ട. അപ്പനും അമ്മയും യേശു നിങ്ങളുടെ ഇടയനും ഉണ്ടോ, കർത്താവ് അത്ഭുതം ചെയ്യും. പോരെ? 3 പേര് മതി. നിങ്ങളുടെ ഇടയൻ വേണം, 2 അപ്പം വേണം, അമ്മ വേണം. അപ്പം നോക്കൂ, അപ്പം കർത്താവ് പറഞ്ഞു, ബാല എന്ത് ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരൻസും കരമുയർത്തിയൊന്നും പറഞ്ഞേ, നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടില്ല, മരിക്കത്തില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, ഉറങ്ങിയ. പക്ഷെ അവിടെ ഒരു പ്രായം എഴുതി വെച്ചിട്ടുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാനാണോ കർത്താവ് വന്നത്? അല്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണോ കർത്താവ് ഇത് എഴുതുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ പ്രായത്തിൻ്റെ പ്രാധാന്യം? പ്രായത്തിന് പ്രാധാന്യമില്ല. പക്ഷെ ഒരു പ്രായം അവിടെ എഴുതി വെച്ചേക്കുന്നു. ലൂക്കോസും മർക്കോസും എഴുതുന്നുണ്ട്. എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. അപ്പോൾ ഈ കളഞ്ഞു പോകാൻ നോക്കുന്ന ഏറ്റവും വലിയ പ്രായം എത്ര? 12 തൊട്ടുള്ള ഒരു പ്രായമാണ്. എന്താ പ്രായത്തിൻ്റെ പ്രത്യേകത? പ്രായത്തിൻ്റെ പ്രത്യേകത എന്താ? 12 കഴിഞ്ഞ് 13 കയറുമ്പോൾ എന്തോ തുടങ്ങും? ടീനേജ് തുടങ്ങും. എന്താ ടീനേജ് എന്ന് പറഞ്ഞാൽ? 13, 14, 15, 16, പിന്നെ 17, 18, 19, and 15. That is what is teenage, അല്ലേ? അപ്പോൾ ആ പ്രായത്തിൽ എന്തിന് സാധ്യതയുണ്ട്? മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിളക്ക് കത്തിക്കേണ്ട ഒരു പ്രായം എത്ര വയസ്സാ? 12 തൊട്ടുള്ളവരെല്ലാം വിളക്ക് കത്തിച്ചോണം. ഈ 50 റേഷ്യോ കൂടാൻ കാര്യം ഒറ്റ കാര്യം കൊണ്ടാണ്. ഈ 100-ൽ നിന്ന് 10, 10-ൽ നിന്ന് 50-ലേക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ കാര്യം ഫോണെന്ന് പറഞ്ഞ ഒറ്റ സാധനം. നിഷേധിക്കാമോ? 100 നിന്നു കുറേ നാൾ, പിന്നെ അത് 10ആയി. 10-ൽ നിന്ന് തുക്കൂന്ന് എത്രയിലോട്ട് പോയി? 50-ലോട്ട് പോയി. 50 പോകാനുള്ള ഒറ്റ കാരണം, ആകെ തൊത്തിയെടുത്ത ഏക കാരണം ഞാൻ കാണുന്ന എന്താ? ഫോണാണ്. അത് പോട്ട് പിള്ളേരെന്ന് പറയും, അപ്പച്ചമ്മയുടെ കയ്യിൽ ഒരെണ്ണം കിട്ടിയാൽ കാണിക്കുന്ന കോപ്രായം കണ്ടാൽ ചുമ്മാ അങ്ങ് ഷെയർ ചെയ്യുക, ഒരു പണിയില്ല. എന്നിട്ട് ഇവർക്കിത് ശരിക്കും അറിയത്തുമില്ല. കാണുന്നിടത്തെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അറിയാൻ വയ്യാങ്കിൽ മിണ്ടായിരിക്കട്ടെ. എന്തെല്ലാം കുഴപ്പം ഇതെല്ലാം ഒപ്പിക്കുക. അപ്പം നോക്കൂ, ഇതുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഡിജിറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡിജിറ്റൽ പൊല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു, അതൊന്നും പറയാനല്ല ചിന്തിക്കുന്നത്, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡിജിറ്റൽ ഡിമിനീഷ്യ. കാരണം ഇതും അധികം നാൾ ഉപയോഗിക്കുന്നവർക്കൊന്നും ഓർമ്മയില്ല. എനിക്കൊരു 500 നമ്പർ അറിയാം. എൻ്റെ അമ്മയ്ക്ക് ഒരു 1000, 1500 നമ്പർ അറിയാം. കാണാപ്പാടായിരുന്നു. എങ്ങനെ അടിക്കുന്നത് എനിക്കറിയത്തില്ല. ലാൻഡ് ഫോൺ എടുത്ത് വെക്കും, കുത്തുമ്പോൾ എല്ലാം ഓക്കെയാവും. എന്നും വീട്ടിലടിയായിരുന്നു. 5000 രൂപ 6000 രൂപ അന്നത്തെ കാലത്ത് ബില്ല് വരുമായിരുന്നു. പപ്പ കട്ട് ചെയ്യും. പിന്നെ അമ്മ തന്നെ ഇവരെ ആരെങ്കിലുമൊക്കെ ആരെ പിടിച്ചത് പക്ഷെ അമ്മയ്ക്കൊരു 10, എല്ലാം സുവിശേഷക വിലയ്ക്ക് വേണ്ടിയാണ്. 1500 നമ്പറെങ്കിലും അറിയാം. എനിക്കൊരു 1500 നമ്പർ അറിയാമായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്രയൊന്നും കട്ടിച്ചൊരു 100 നമ്പറെങ്കിലും ഓർമ്മ കാണും. ഒരു 20 നമ്പർ കാണാൻ പറയാമോ? 20 നമ്പർ കാണാൻ അറിയാം. ഒരു 10 നമ്പർ കാണാൻ അറിയാം. പറയാം. വലിയ പൊടിക്കുകയാണല്ലോ. ഇംഗ്ലീഷ് ഉണ്ടോ? ഇല്ല, അല്ല, ഭയങ്കര മിട്ടുക്കരല്ലേ ഇവരെല്ലാം. ഒരു 10 നമ്പർ പടപടാന്ന് കാണാൻ പറ. സ്വന്തം നമ്പറെങ്കിലും അറിയോ? അതിന് നോക്കണം. എന്താ കാര്യം? എന്ത് ഉപയോഗിക്കുന്നില്ല? ബുദ്ധി ഉപയോഗിക്കുന്നില്ല. നമ്മളൊരു കടയിൽ ചെന്നിട്ട് പെട്ടെന്ന് കണക്ക് കൂട്ടുകയാണ്. ഇതിന് 15 രൂപ, അതിന് 16 രൂപ, അതിന് 13 രൂപ, അതിന് 14 രൂപ. പടപടാന്നൊന്ന് കൂട്ടി പറയാമോ? കൂട്ടി പറയത്തില്ല. കൂട്ടി പറയണമെങ്കിൽ എന്തോ എടുക്കണം? കാൽക്കുലേറ്റർ എടുക്കണം. എന്താ കാര്യം? ഇത് ഡിജിറ്റൽ ഡിമിനിഷ്യ. കുറേ നാൾ കഴിയുമ്പോൾ ഇതൊന്നും ഓർക്കത്തില്ല, ബ്രെയിൻ ഉപയോഗിക്കുന്നേ ഇല്ല. പോട്ടെ, അതെല്ലാം അതിൻ്റെ ഒരു വശം. എന്തോ ആയിക്കോട്ടെ, പെട്ടെന്ന് ഈ റേഷ്യോ പോകുമ്പോൾ, വല്ലാതെ പോകുമ്പോൾ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രായമാണ് എത്ര വയസ്സ്? 12 വയസ്സ്.
അപ്പോൾ 12 വയസ്സിൽ അടിയന്തരമായിട്ട് എല്ലാവരും 12 കഴിയുന്നതിന് മുമ്പ് എല്ലാ അമ്മമാരും വിളക്ക് കത്തിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചോണം. കാരണം 12 എന്തിന് സാധ്യതയുണ്ട്? മരിക്കാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു പ്രായം ഉൽപ്പത്തി പുസ്തകം 37-ാമത് അധ്യായത്തിൽ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 37. ഉൽപ്പത്തി, ഞാൻ എന്നിട്ട് അവസാനം എല്ലാം പോയെന്ന് പറയാൻ നിൽക്കുകയല്ല കേട്ടോ, പോയത്തില്ലെന്ന് പറയാൻ തന്നെ നിൽക്കുന്നത്. പോത്തില്ല. എങ്ങനെ പോന്നേ? പോത്തില്ല. കടം കളയാൻ തമ്പുരാൻ തന്നിട്ടില്ല. 37, ഉൽപ്പത്തി പുസ്തകം 37 കാണുന്നു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, അടുത്ത വാക്യം, യോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ. യോസഫിന് 17 വയസ്സ് പ്രായം. അപ്പം ഈ ടീനിനകത്തെ ഏറ്റവും വലിയൊരു പ്രായമാണെന്ത്? 17. പണ്ട് വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. എന്താണ്? സ്വീറ്റ് 17, മധുര 17. ഇന്ന് സ്വീറ്റ് 17 ഇല്ല, ഇന്ന് സ്വീറ്റ് 12 ഒക്കെയാണ്. ഈ 17 മുമ്പ് പ്രായം ഉണർന്നു. ഈ പറ്റിപ്പോയത് പണ്ട് 17 ആകുമ്പോഴത്തെ ഉണരത്തുള്ളായിരുന്നു. ഇപ്പം 17 മുമ്പേ ഇതെന്ത് ചെയ്യും? ഉണരും. സ്വീറ്റ് 17 എന്ന് പറയുന്നൊന്നുമില്ല. സ്വീറ്റ് 20s എന്നോ സ്വീറ്റ് 12 എന്നോ 13 എന്നൊക്കെ പറയാം. എനിവേ 17. യോസഫിന് വയസ്സ് എത്രയായി? 17. അന്നത്തെ 17 വയസ്സെന്ന് പറയുമ്പം 17 വയസ്സ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിന് വിടും. അന്നത്തെ പ്രൊഫഷണൽ കോഴ്സ് എന്താ? ആടിനെ വളർത്തുക. അപ്പം യാക്കോബ് മോനെ വിളിച്ച് പറഞ്ഞു, മോനെ നീ പോയി ചേട്ടന്മാരോടൊപ്പം എന്ത് ചെയ്യണം? ആടിനെ നോക്കാൻ പോകണം. അപ്പോൾ ആടിനെ വളർത്താൻ വേണ്ടി പോയി. ചെന്നപ്പോൾ ശേഖേമിൽ ചെന്നപ്പോൾ തന്നെ ചേട്ടന്മാർ ദോതാനി പോയി. അപ്പോൾ അതിൻ്റെ 37:15 ഒരു വാക്യം എഴുതിച്ചിട്ടുണ്ട്. ജോസഫ്, 17-year-old young man, he was wandering in the wilderness. വെളിമ്പ്രദേശത്ത് എന്തോ ചെയ്യായിരുന്നു? ചുറ്റി നടക്കാൻ. അപ്പോൾ ഈ 17 പ്രശ്നമുണ്ട്. എന്തിനുള്ള സാധ്യതയുണ്ട്? ചുറ്റാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും മനുഷ്യൻ ചുറ്റുന്നത് എത്ര വയസ്സിലാണ്? 17 കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നു. ഈ 17 എന്തിന് സാധ്യതയുണ്ട്? ചുറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ യോസഫ് ചുറ്റിയാണ്. പക്ഷെ ചുറ്റിയെങ്കിലും ഇവനൊരു ഈ ചുറ്റുന്നവൻ്റെ മേലൊരു സ്വപ്നം കിടപ്പുണ്ട്. എന്താ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കും. അങ്ങനൊരു വെളിപ്പാട് കിടപ്പുണ്ട്. കറ്റയെല്ലാം നിന്റെ മുമ്പിൽ വീണ് കിടക്കും. അങ്ങനൊരു വെളിപ്പാടുണ്ടോ? ദർശനമുണ്ടോ? എത്ര കറങ്ങിയാലും അവനെ തിരിച്ച് റൂട്ട് മാറ്റി കൊണ്ടുപോകുന്ന ഒരു ദൈവപദ്ധതി വെളിപ്പെടും. സ്വപ്നമുണ്ടോ? യാക്കോബ് അവിടെ ഉള്ളിടത്തോളം കാലം, സ്വപ്നം അവൻ്റെ മേൽ ഉള്ളിടത്തോളം കാലം 17കാരൻ ആ 17 ഒന്ന് കറങ്ങാൻ നോക്കിയാലും തമ്പുരാൻ അവനെ വിടത്തില്ല. റൂട്ട് മാറ്റി കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അവിടെ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്തെടുക്കുക എന്നെ ഇങ്ങനെ കറങ്ങുന്നത്? അവൻ പറഞ്ഞു, ചേട്ടന്മാരെ കണ്ടില്ല. ഞാൻ കണ്ടു ദോതാനിൽ. അതുകൊണ്ടാണ് യോസഫിൻ്റെ ചരിത്രം വഴിമാറുന്നത്. ഇല്ലെങ്കിൽ അവിടെ കിടന്ന് കറങ്ങി അവൻ അവിടെ അവസാനിച്ചു പോയേനെ. പക്ഷെ അങ്ങനെ അവസാനിക്കാനല്ലല്ലോ തമ്പുരാൻ അവനൊരു സ്വപ്നം കൊടുത്തേക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, സ്വപ്നങ്ങളുണ്ടോ, ദർശനങ്ങളുണ്ടോ, ഒരു കാരണവശാലും കറങ്ങിക്കളയാനുള്ളതല്ല. ദൈവം വഴിതിരിച്ചു വിടുന്ന ദൈവം, ഗതിമാറ്റി വിടുന്ന ദൈവം. ഗതിമാറ്റി വിടാൻ തമ്പുരാൻ ഒരു നിമിഷം മതി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഗതിമാറ്റി വിടാൻ ഒരു നിമിഷം മതി. ഇപ്പം അലേർട്ടാകണ്ട. കളഞ്ഞു പോകാൻ സാധ്യതയുള്ള 2 ഉറക്കെ പറഞ്ഞേ, എത്ര വയസ്സ്? 12 വയസ്സ്. 2 എത്ര വയസ്സ്? 17 വയസ്സ്. ഇത് രണ്ടും സത്യമാണോ അമ്മമാരെ? 12ഉം 17ഉം സത്യമാണോ? ആണല്ലോ. അത് വേദോസം കള്ളം പറയത്തില്ലല്ലോ. ഇല്ല. കൊള്ളാം, 15 കൊള്ളാം. വിളക്ക് കത്തിക്കാനുണ്ടോ? ചൂലിൻ്റെ അറ്റം മുട്ടിയിരിക്കും. പ്രാർത്ഥന കൊണ്ട് എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചു. കണ്ടു കിട്ടുന്നിടം വരെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കണ്ടു കിട്ടി. കാരണം അമ്മയുണ്ടെങ്കിൽ കണ്ടു കിട്ടും. 3ാമത്തെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു. ഒരപ്പൻ എത്ര മക്കളുണ്ടായിരുന്നു? 2 മക്കള്. റേഷ്യോ കുറയാണ്. ഒരപ്പൻ എത്ര മക്കള്? 2 മക്കള്. 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇളയവൻ വന്ന അപ്പനോട് പറഞ്ഞു, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എന്ത് ചെയ്യണം? തരണമെന്ന് പറഞ്ഞു. എനിക്ക് വരേണ്ട പങ്ക് എന്ത് ചെയ്യണം? തരണമെന്ന് പറഞ്ഞു. പങ്ക് ചോദിച്ചു. അന്നും ഇന്നും എല്ലാം നമ്മുടെ ഒരു ഇവിടെ നാടിൻ്റെ സമ്പ്രദായത്തിൽ ഈ അപ്പൻ്റെ സ്വത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എത്ര മൂടാൻ സ്വത്തുണ്ടെങ്കിലും നമ്മൾ പറയും നമുക്ക് നമ്മുടെ അപ്പൻ്റെ എന്തോ വേണം? അവകാശം വേണം. പക്ഷേ ഈ അപ്പൻ്റെ സ്വത്ത് കിട്ടുന്നത് സാധാരണ എപ്പോഴാണ്? അപ്പൻ എന്ത് ചെയ്ത് കഴിയുമ്പോഴാണ്? മരിച്ചു കഴിയുമ്പോൾ വില്ലെഴുതി വെക്കും. പറയും, ഞാൻ മരിച്ചിട്ട് എൻ്റെ കാലശേഷമാണ് നിങ്ങൾക്ക് ഈ വസ്തു കിട്ടുന്നത്. അപ്പോൾ അപ്പം ഈ വസ്തു കിട്ടണമെങ്കിൽ അപ്പൻ എന്ത് ചെയ്യണം? മരിക്കണം. പക്ഷേ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴേ വന്ന് എന്ത് ചോദിച്ചു? അവകാശം ചോദിച്ചു. അങ്ങനെയാണ് ഇവൻ്റെ മനസ്സിൽ ആരും ഓൾറെഡി മരിച്ചു. അപ്പം മരിച്ചു. എപ്പോഴും ഓർത്തണം,
നമ്മൾ ഇതെല്ലാം കിട്ടിയിട്ട് നാട്ടിലെ ഒരു പ്ലാവിൻ്റെ അറ്റത്ത് പോയി വഴക്കുണ്ടാക്കുമ്പോൾ ഓർത്തോണം, ബന്ധം മരിച്ചവനെ വീട്ടിൽ വഴക്കുണ്ടാക്കത്തുള്ളൂ. സത്യമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇട്ടുകൂടാൻ സ്വത്തുണ്ടായിട്ടും നാട്ടിൽ വന്നിട്ട് അപ്പൻ അതിന് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉച്ചമൂട് വഴക്കുണ്ടാക്കുന്ന UK-കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണേ, എല്ലാവരും അല്ലെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട്, ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് 1 മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പനെ കണ്ടില്ല. ഞാൻ കണ്ടില്ല. കാരണം എന്നാ, അപ്പന് പകുതി മുക്കാൽ വസ്തു അളിയനും പെങ്ങൾക്കും കൊടുത്തു. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തില്ല, കണ്ടില്ല. അളിയനും പെങ്ങളും ഇച്ചിരി ക്ഷീണമായതുകൊണ്ട് അപ്പം കൊടുത്ത. കാരണം അപ്പൻ്റെ വസ്തുവിന് ശരിക്കും ആർക്കാ റൈറ്റ്? അപ്പനേ ഉള്ള റൈറ്റ്. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെന്തും ചെയ്യാം. പക്ഷേ വസ്തുവിന് വഴക്കുണ്ടാക്കുന്നവരെല്ലാം ഓർത്തോണം, ബന്ധങ്ങളിൽ എന്തു ചെയ്തവരാ? മരിച്ചവരാ. ബന്ധം മരിച്ചവനെ വഴക്കുണ്ടാക്കത്തുള്ളൂ വീട്ടിൽ. ബന്ധം മരിക്കാത്തവൻ ഒരിക്കലും എന്തു ചെയ്യത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല. ഇവൻ്റെ ബന്ധം മരിച്ചു. ജീവിച്ചിരുന്നപ്പോഴേ ഇവനിൽ ആര് മരിച്ചു കാണും? അപ്പം മരിച്ചു. അതുകൊണ്ടാണ് ഇവൻ അപ്പനോട് എന്തോ ചോദിച്ചത്? അവകാശം ചോദിച്ചു. പക്ഷെ ഒരു കാര്യം, മകൻ്റെ മനസ്സിൽ നിന്ന് അപ്പം മരിച്ചാലും അപ്പൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മോൻ മരിക്കത്തില്ല. മകൻ്റെ മനസ്സിൽ അപ്പൻ ഇല്ലെങ്കിലും അപ്പൻ്റെ മനസ്സിൽ എന്നും ആര് കാണും? മോൻ കാണും. മനുഷ്യൻ പാപത്തിൽ മരിച്ചപ്പോഴും അപ്പൻ്റെ മനസ്സിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് തൻ്റെ സ്വന്തം മോനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ മുഖം അപ്പൻ്റെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ സ്വന്തം പുത്രൻ്റെ മുഖം മറച്ചിട്ട് നമ്മുടെ മുഖം ഓർത്തിട്ട് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവറി കുരിശി തകർക്കാൻ ഇഷ്ടം തോന്നിയത് എന്തുകൊണ്ടാ? അവൻ്റെ മനസ്സിൽ നമ്മൾ മരിക്കാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പം പാടിയത്, നന്ദി ചൊല്ലിയാൽ ഈ ജീവിതം പോരാന്നുള്ള അർത്ഥമുള്ള പാട്ട് പാടിയത്. അപ്പം നോക്കുക, അപ്പനോട് ഇപ്പം വന്ന് എന്ത് ചോദിച്ചു? സ്വത്ത് ചോദിച്ചു. സ്വത്ത് ചോദിച്ചിട്ട് ഈ സ്വത്ത് അവൻ എടുത്തിട്ട് അവൻ ആ സ്വത്തും മേടിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? ദൂരേക്ക് പോയി. പടിയിറക്കം പൂർണ്ണമാകുന്നു. എവിടുന്ന് ഇറങ്ങി? ചർച്ചിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടിറങ്ങി? വീട്ടിൽ നിന്ന് പോയി. ഇപ്പം എവിടുന്ന് പോയി? നാട്ടിൽ നിന്ന് പോയി. എൻ്റെ പൊന്നു പ്രിയരെ, അങ്ങ് ദൂരെ പോകാതിരിക്കണമെങ്കിൽ എല്ലാ പൊന്നു മക്കളോടും പറയുക, ഭാഷയുടെ പ്രശ്നം കാണും, നിങ്ങൾ വലിയ ഇൻ്റലക്ച്വലായിരിക്കും, എങ്കിലും കഴിവുള്ളിടത്തോളം ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ നകന്നു പോകാതിരുന്നാൽ ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് ലാഭമാണ്. എന്തുകൊണ്ടായിരിക്കും പറയുക, അവിടെ ഒരു ഇടയൻ കാണും. ഞാൻ ഇടയന്മാരെക്കുറിച്ച് വളരെ അഭിമാനമുള്ളവനാ. ഞാൻ എൻ്റെ ഇടയനാ. സത്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ സഭയിൽ ഇതുവരെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് വിഷമുണ്ടായാൽ ഞാൻ ചോറിൻ്റെ തൊണ്ടെന്ന് ഇറങ്ങിപ്പോത്തില്ല. കാരണം എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ ഇഷ്ടമാണ് എൻ്റെ സഭയിലുള്ള ഓരോ കുഞ്ഞുമക്കളെ. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്നറിഞ്ഞാൽ പരമാർത്ഥമായിട്ട് ഞാൻ പറയും, എൻ്റെ തൊണ്ടേന്ന് ചോറ് തപ്പിട്ട് പോകത്തില്ല. കാരണം അതെൻ്റെ മനസ്സാ, എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് വലുതൊന്നും മനസ്സിലായില്ലെങ്കിലും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും കണ്ടില്ലെങ്കിലും, നിങ്ങളെ ഓർത്ത് തേങ്ങുന്ന ഒരു ഇടയൻ അവിടെ ഉള്ളിടത്തോളം കാലം അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ സൂക്ഷിക്കപ്പെടും. കരമുയർത്തി സ്തോത്രം ചെയ്തേ. കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ. പ്രിയരെ, കുറേ പേര് എന്തിനും വിമർശിക്കുന്നവരൊക്കെ ചർച്ചിൽ കാണും. പക്ഷെ എനിക്കിന്നും ചർച്ചിനെ ബഹുമാനമാണ്. എനിക്ക് ചർച്ചിനെ ഇന്ന് ഇഷ്ടമാണ്. കുറേ കുറ്റം പറയാനും കുറേ കണക്ക് പറയാനും കൊച്ചിൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് അതിന് കമൻറ്റ് പറയാനും അതെല്ലാം പോയെന്ന് പറയാനും കുറേ പേരുണ്ടെങ്കിലും എല്ലാ ചർച്ചിലും 1-2 അമ്മമാരെങ്കിലും കാണും. ആ സഭയിലുള്ള മുഴുവൻ മക്കളെ ഓർത്ത് കരയുന്ന കുറേ പേരെങ്കിലും കാണും. സത്യമാണോ? ഞാൻ എൻ്റെ ചർച്ചിൽ സെൻറ്ററിലുള്ള ഒരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയെ കാണാൻ ചെല്ലുമ്പോൾ അമ്മച്ചിക്ക് നല്ല ഓർമ്മയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ശരിക്ക് കാണത്തില്ല. ഞാൻ പറഞ്ഞ അമ്മച്ചി എന്നെ ഓർമ്മയുണ്ടോ? ആരുടെ മക്കളെ? ഞാൻ പറഞ്ഞ അമ്മച്ചി, ഞാൻ പ്രിൻസ് അമ്മച്ചി. ആണോ? എൻ്റെ ചക്കര മോനെ, എത്ര നാളെടാ കണ്ടിട്ട്? നിൻ്റെ ഭാര്യയുടെ പേര് ബ്ലസ്സിന്നല്ലേടാ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എടാ മക്കളെ, മൂത്ത മോടെ കൊച്ചിതല്ലേ? പിന്നെ രണ്ടാമത്തെ പേര് ഇതല്ലേ? മൂന്നാമത്തെ പേര് ഇതല്ലേ? ഞാൻ ഇന്നും പ്രാർത്ഥിച്ചടാ. ഞാൻ പറഞ്ഞ അമ്മച്ചി 4 എൻ്റെ മോനെ എന്നോട് ആരും പറഞ്ഞില്ലടാ. ഇന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാം. 90 കഴിഞ്ഞ അമ്മച്ചി എൻ്റെ 3 എല്ലാ മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഇതുപോലൊരു ഭാഗ്യം കിട്ടിയ കൂട്ടരാരാ ഉള്ളത്? ദൈവസഭ കുഞ്ഞുങ്ങളെ അല്ല പ്രിയരെ, ഇന്നും സഭയിൽ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കുറേ പേരെങ്കിലും കാണും. കരമുയർത്തി സ്തോത്രം ചെയ്തേ. ദൈവസഭകൾക്കായി അതതിൻ്റെ പരമാർത്ഥമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇടയന്മാരെ എനിക്കിഷ്ടമാണ്, അല്ലാത്തൊരു കാണുമായിരിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷവും അതല്ല പ്രിയരെ.
ബഹുഭൂരിപക്ഷത്തെ നിങ്ങൾ ഒറ്റയടിക്ക് മുദ്ര കുത്തരുത്. ഞാൻ ഒത്തിരി പാസനേജുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് എൻ്റെ യാത്രകളിൽ. കേരളത്തിലെ അനേക പാസനേജുകൾ, ഇടുങ്ങിയ പാസനേജുകളിൽ പാതിരാത്രിക്ക് ഞാൻ പേടിച്ചെഴുന്നേറ്റിട്ടുണ്ട്. ഭയങ്കര നിലവിളി കേൾക്കാം. എഴുന്നേൽക്കുമ്പം അപ്പുറത്തെ മുറിയിൽ നിന്ന് പ്രായമുള്ള പാസ്റ്റർ അമ്മച്ചിയും കൂടെ എഴുന്നേറ്റിരുന്ന് ഓരോ സഭാമക്കളെ ഓർത്ത് കരയുക, പേര് പറഞ്ഞ് കരയുക. പ്രിയരെ, ഇതാണ് ദൈവസഭ. അതുകൊണ്ട് എല്ലാവരും ഓർക്കണം, ദൈവസഭയിൽ കാണണം. നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥന വലുതായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന കവറേജ് വലുതായിരിക്കും. അത് നിങ്ങൾ വലിയൊരു സമൂഹത്തിൽ പോയിട്ട് ആടിപ്പാടി വന്നാൽ നിന്റെ പേര് പോലും അവിടെ ആരും അറിയത്തില്ല. ഹായ് ഗൈസ് ഹൂ എന്നൊക്കെ പറഞ്ഞു പോകും. അത്രയൊക്കെ ഉള്ളു മക്കളെ. പക്ഷേ ഈ പാവം പിടിച്ചോ നിനക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കും. അതെൻ്റെ ബോധ്യമാണ്. പാസ്റ്റർമാരുടെ ഒരു പ്രതിനിധിയായിട്ടുകൊണ്ട് ഞാൻ പറയും, ഭൂരിപക്ഷം അതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനെ നിഷേധിക്കാനൊക്കെ. ഒരു ചെറിയ ന്യൂനപക്ഷത്തെ കണ്ടുകൊണ്ട് വിലയിടരുത്. ഭൂരിപക്ഷവും പ്രാർത്ഥിക്കുന്നവരാ. ഞങ്ങൾ മനുഷ്യൻ്റെ ദശാംശം മേടിച്ചിട്ട് തിന്നിട്ട് കിടന്നുറങ്ങുന്നവരല്ല, ചങ്ക് പൊട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഇന്ന് രാത്രി കാണണം. എവിടെ പോകണം? സഭയെ കാണണം. എന്തുകൊണ്ട് കാണണം? അവിടെ കിട്ടുന്നൊരു കവറേജ് ഉണ്ട്, പ്രാർത്ഥനയുടെ ഒരു കവറേജ്.